എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രണ്ട്സിനെ ആണെങ്കിൽ കൂടി ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലയിൽ കയറ്റുന്നൊരു സ്വഭാവമാണ്. ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. ഫ്രണ്ട്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും ഇങ്ങനെ ഒരു നാളെ ബർത്ത്ഡേ ആണ് കേട്ടോ അങ്ങനെ ഓർമ്മിച്ചൊന്നുമില്ല. ഡ്യൂട്ടി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ പൊന്നാന്ന് പറഞ്ഞിട്ട് അവൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ. എന്തിനാ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് സിയ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ 2025 എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നൊരു 4 മാസങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര വേസ്റ്റും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മാസങ്ങളാണ്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക ഒരു നല്ല കാര്യം എന്ന് പറയാൻ തുടങ്ങി ഈ ഒരു 4 മാസത്തിനിടയ്ക്കാണ് കേട്ടോ ഞാൻ ലിസേനെ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു മെയ്യിലാണ് ഞാൻ ലിസേനെ ഫസ്റ്റ് പരിചയപ്പെട്ട് ഞാൻ ലിസയുടെ റൂമിലേക്ക് ചേഞ്ച് ആയിരുന്നു. ഞാൻ പറഞ്ഞ എന്നെ ഫസ്റ്റ് കൊണ്ടുപോയ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടിസ് മുറിയിലോട്ടല്ല, അതിനിപ്പുറത്ത് ഹാളിലാണ് ഇവരെല്ലാം കൂടെ കിടന്നിരുന്നത്. ലിസയുടെ ടീം കൂടെ കിടന്നിരുന്നത് ഈ ഹാളിലാണ്. അപ്പോൾ ഈ ഹാളിലേക്ക് 2 3 പേര് ഇവിടുന്ന് പോയപ്പോൾ എന്നോട് അഹല്യ അമൃതയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടുന്ന് ചേഞ്ച് ചെയ്ത് അവരുടെ റൂമിലേക്ക് പോയി. അപ്പോഴും ലിസ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. ലിസ എന്തോ പ്രോബ്ലമായിട്ട് ലിസ നാട്ടിലായിരുന്നു. എനിക്ക് 2.5 മാസം അവൾ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പം അവളതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്തും എനിക്കറിയില്ല കേട്ടോ, അറിയാം നമ്മുടെ കൂടെ പഠിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പം അറിയാം ഇങ്ങനൊരു കുട്ടിയുണ്ടെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണാറുണ്ട്, പക്ഷെ കമ്പനിയൊന്നുമില്ല, മിണ്ടാറൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും മിണ്ടും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വലിയ കമ്പനി എന്ന് പറയുന്നൊന്നും ലിസയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ലിസ നാട്ടിൽ നിന്ന് വന്നു ഒരു 2-3 ദിവസം എന്തോ കഴിഞ്ഞ് 3-4 ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞാനും ലിസയും അമൃതയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് വന്നു ഞാൻ ലിസയും കൂടെ ഒറ്റയ്ക്ക് പുറത്ത് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ പതുക്കെ കമ്പനി ആവാൻ തുടങ്ങി. സോന എനിക്ക് നേരത്തെ അറിയാം കേട്ടോ. മറ്റേ റൂമിൽ കിടന്നപ്പോഴും സോന വേറൊരു റൂമിലായിരുന്നു. അത് ഞാൻ നേരത്തെ ഇൻറ്റേൺഷിപ്പ് സ്റ്റുഡൻസിൻ്റെ കൂടെ കിടന്നതിൻ്റെ കൂടെ ചേർന്നൊരു ചെറിയ റൂമുണ്ടായിരുന്നു, അവിടെ ആയിരുന്നു സോന. പക്ഷേ സോനയായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സോന ചേച്ചി തട്ട് വിളിക്കുന്നത്. എനിക്കൊരു ചേച്ചി ഫീലായിരുന്നു. ഇപ്പോഴും അതെനിക്ക് ചില സമയത്ത് അവളൊരു ചേച്ചി ഫീലാവുന്നു കേട്ടോ. കാരണം എൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ലിസയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ലിസയോടാണ് കേട്ടോ പോയി പറയുന്നത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അവൾ. അപ്പോൾ ഞാൻ എല്ലാം അവളോട് പോയി പറയും. സോനനെ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ സോനയ്ക്കും അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ വരുമ്പോൾ ഞാൻ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ വരുമ്പോൾ അവളൊരു ചേച്ചി ഫീലാട്ടോ എനിക്ക്. കാരണം എനിക്ക് ചില സമയത്ത് സോനനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരിചയപ്പെട്ട സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും സോനനെ ഞാൻ ചേച്ചിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, സോന ചേച്ചിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിൽ കൂടിയും എന്നെക്കാട്ടിലും ഏജ് കൂടി വരിക. ഇവർ ANM കഴിഞ്ഞ് വന്നവരെ വരും. അപ്പം എനിക്ക് വന്ന സമയത്തോട്ട് ഞാൻ അവളെ ചേച്ചി. അപ്പം ലിസയിലേക്ക് ഞാൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ ചോദിച്ചു ചേച്ചിന്ന് വിളിക്കണം. അപ്പം എന്നോട് പറഞ്ഞു വേണ്ട വിളിക്കണം. അപ്പം ഞാൻ പിന്നെ ആ ഒരു ഇത് വിട്ടു ചേച്ചി. പിന്നെ ഞാൻ അന്നോട്ട് ഡീപ്പൊടി എന്ന് വിളിച്ച ആ ഒരു ബന്ധമാണ്. പക്ഷേ സോനേനെ ഞാൻ ആദ്യമേ ചേച്ചിന്ന് വിളിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് അവളെ ഇപ്പോഴും അതേ. ചില സമയത്ത് അവൾ എന്നെ ചില സമയത്ത് അങ്ങനെയാണ് എന്നെ ക്യാരി ചെയ്യുന്ന, കുഞ്ഞു കുട്ടികളെ പോലാണ് ചില സമയത്ത് എന്നെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എനിക്ക് അവളെ ഇപ്പോഴും ചില സമയത്ത് എനിക്കൊരു ചേച്ചി ഫീൽ കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ ഒരു ചേച്ചി ടച്ചാട്ടോ. അതുകൊണ്ട് അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം കുറവാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ. പക്ഷെ ലിസയെടുക്കി വരുമ്പോഴേക്കും എനിക്ക് ആ ഒരു ഫീൽ കിട്ടാറുണ്ട്. ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ചില സമയത്ത് അവൾക്കൊരു എനിക്ക് അവളൊരു ചേച്ചി ആയിട്ട് ഫീൽ ആവാറുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ലിസേനെ കമ്പനി ആവുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു റൂമിലാകുന്നു. അത് കഴിഞ്ഞപ്പം എന്തോ സോനയുടെ റൂമിൽ, അതായത് സോനയുടെ ഞാൻ കിടന്ന ഫസ്റ്റ് B ബ്ലോക്കിൽ എന്തോ വാട്ടർ പ്രോബ്ലം ആയിട്ട് സോന ഞങ്ങളുടെ റൂമിലേക്ക് വരുന്നു. അങ്ങനെ പക്ഷെ അപ്പോഴും ഞാനും ലിസ സോന അങ്ങനെ ഒരു കമ്പനിയില്ല. ഞാൻ ലിസയായിട്ടും പുറത്ത് പോകാറുണ്ട്, ലിസയായിട്ടും കമ്പനി അടിക്കാറുണ്ട്, ഞാൻ സോനയായിട്ടും പുറത്ത് പോകാറുണ്ട്, സോനയായിട്ടും കമ്പനി അടിക്കാറുണ്ട്. അങ്ങനെയായിരുന്നു കേട്ടോ, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുന്ന കുറച്ച് നാൾ കഴിഞ്ഞു ഞങ്ങൾ. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുമായിട്ട് മിണ്ടും കേട്ടോ. പിന്നെ ഞങ്ങളെന്ന് വെച്ചാൽ ഹൈലൈൻ ഹോസ്റ്റലിൽ ഞാൻ ലിസ സോന എന്നല്ല, ഞാൻ ലിസ സോന അമൃത അഹല്യ സാന്ദ്ര ചേച്ചി വിനീത് ചേച്ചി
കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഹൈലൈൻ ഹോസ്റ്റലിൽ രാത്രിയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ഹൈലൈൻ ഹോസ്റ്റലിൽ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. കാരണം രാത്രിയാണെങ്കിലും 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും ഒക്കെ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. നല്ല ഫുഡായിരുന്നു ഹൈലൈനിൽ. ഫുഡിൻ്റെ കാര്യം പറയാമല്ലോ, സൂപ്പർ ഫുഡായിരുന്നു. കടലക്കറിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഹൈലൈൻ ഫുഡ് സൂപ്പർ ആട്ടോ. ഹൈലൈനിൽ 2 ബ്ലോക്കിലും, എ ബ്ലോക്കിലും ബി ബ്ലോക്കിലും വാട്ടർ പ്രോബ്ലം ആയി. ഞങ്ങൾ മലയാളീസ് കിടന്ന റൂമിൽ വെള്ളമേ ഇല്ലാണ്ടായി. ബാൽക്കണിയിൽ മാത്രം വെള്ളമായിട്ട് ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോൾ തിന്നത്ത് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്ത് ഫസ്റ്റ് ഇവിടെ നിന്ന് മാറ്റുന്ന ഞങ്ങൾ അത്രയും മലയാളീസിനെ ഞങ്ങൾ കംപ്ലയിൻറ്റ് സഹിക്കാൻ വയ്യാതെ മാറ്റിയത് കേട്ടോ. അവിടുന്ന് കാരണം ഞങ്ങളെ മാറ്റിയിട്ടാണ് അന്നപൂർണ്ണ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അന്നപൂർണ്ണ ഹോസ്റ്റൽ സെപ്പറേറ്റ് വേറെ ഹോസ്റ്റലിൽ വേറെ PG ഹോസ്റ്റലാണ്. അപ്പം PG ആണെങ്കിലും ഞങ്ങൾ സ്റ്റുഡൻസും റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പക്ഷേ ഈ ഒരു അന്നപൂർണ്ണ ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ലിസിയും ഒരു റൂമിൽ. അപ്പം ലിസിയായിട്ട് ഞാൻ കമ്പനി ഉണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാകും. കാരണം അപ്പം ഇവരൊരു ഗ്യാങ് ആണ് കേട്ടോ. ഞാനാണ് വേറെ നിന്ന് വന്നപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ലിസി ഒരു ഗ്യാങ്ങിലായിരുന്നു അവരുടെ റൂമിൽ കിടന്നുകൊണ്ടിരുന്നത്. സോനയ്ക്കാണെങ്കിലും വിനീ ചേച്ചി സാന്ദ്ര ചേച്ചിയൊക്കെ സോനയുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവിടെ പോയാലും അവരെല്ലാം ഒരു ഗ്യാങ്ങിലേക്ക് പോകും, ലിസയും അമൃതയും അഹല്യയും എല്ലാം ഒരു ഗ്യാങ്ങിലേക്ക് പോകും, ഞാൻ ഒറ്റയ്ക്കാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ലിസ എന്നോട് പറഞ്ഞു, ഇല്ലടി ഞാൻ നിൻ്റെ കൂടെ വരും. എനിക്കറിയില്ല അവളെന്താ അങ്ങനെ പറയുന്നത്, പക്ഷേ എന്നോട് പറഞ്ഞു ഇല്ലടി ഞാൻ നിൻ്റെ കൂടെ വരാം എന്നൊരു ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ സോനയും സാന്ദ്ര ചേച്ചിയും വിനീ ചേച്ചിയും എല്ലാവരും കൂടെ ഒരു റൂമിനകത്ത് കയറിയതും. ഒരു റൂമിൽ 4 പേര് വെച്ചായിരുന്നു. അപ്പോൾ അവരൊരു റൂമിൽ കയറി, ഞാനും ലിസയും അഹല്യ അമൃതയും കൂടെ ഒരു റൂമിൽ കയറട്ടെ. പക്ഷെ നല്ല രസം. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു ഏപ്രിൽ ഫസ്റ്റിൻ്റെ ഹോസ്പിറ്റലാണ്. അതും എനിക്ക് ഓർമ്മയുണ്ട്. ഏപ്രിൽ 1 ഞാൻ വോമിറ്റിങ്, എനിക്കെന്ത് ഗ്യാസ് എന്തോ പ്രോബ്ലം ആയിരുന്നു. ഏപ്രിൽ 1 വോമിറ്റൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. ഏപ്രിൽ 21 ഞങ്ങൾ അവിടെ ഹൈലൈൻ ഹോസ്റ്റലിൽ നിന്ന് ചേഞ്ച് ആവുന്നത്. ഇതിനിടയ്ക്ക് കുറേ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് സങ്കടങ്ങളും, കോളേജ് ഇഷ്യൂസ് ആണെങ്കിലും ഫീസ് ഇഷ്യൂസ് ആണെങ്കിലും ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. കുറേ പേരുടെ വായിൽ നിന്നൊക്കെ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്, കുറേയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്നപൂർണ്ണയിലേക്ക് മാറിയതിന് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടെയൊക്കെ എനിക്കൊന്ന് സന്തോഷം കുറച്ചുകൂടി കിട്ടാൻ തുടങ്ങിയത്. അന്നപൂർണ്ണയിലേക്ക് മാറിയെങ്കിൽ സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിനിടയ്ക്ക് സന്തോഷങ്ങൾ കൂടിയത് അന്നപൂർണ്ണയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലിസയുടെ ഒരു റൂമിലല്ലേ, അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അവളുടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിച്ച സമയത്താണ് ഞാനോട് ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നതും. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ വന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കമ്പനി ആവാൻ തുടങ്ങി. അപ്പം സോനയും വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും ലിസയും സോനയും അത്യാവശ്യം കമ്പനിയായി. അമൃത അഹല്യയിലൊരു അതിനോടുണ്ട്. അപ്പം നമ്മളെല്ലാവരും റൂമിനകത്ത്, ഇപ്പം സോന അപ്പുറത്താണെങ്കിലും സോന ഇപ്പുറത്ത് വരും. നമ്മളെല്ലാം കൂടി ചായ ഇടും. ഞാൻ, ലിസ, അഹല്യ, അമൃത, സോന എല്ലാവരും കൂടി ചായയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ ഞങ്ങളൊരു കമ്പനിയായി. ഞങ്ങൾ കുഴപ്പമില്ല. ഞങ്ങൾ 2 റൂമിൽ വന്നെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടങ്ങൾ, എനിക്ക് കുറേ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ വന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് പിടിച്ച് നിർത്തിയ ഫ്രണ്ട്സാണ് കേട്ടോ. സോനയാണെങ്കിലും ലിസാണെങ്കിലും എല്ലാവരും എൻ്റെ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ തന്നെ ഒരാളുണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണല്ലേ. അപ്പം അങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ എൻ്റെ ബർത്ത്ഡേ ടൈം പോലും ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാൻ കാരണം അതാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനൊരു 1 വീക്കോ 2 വീക്കോ 10 ഡേയ്സ് മുമ്പാണ്. കാരണം 17th നമ്മുടെ ഓണം പ്രോഗ്രാം, 27th എൻ്റെ ബർത്ത്ഡേ. അപ്പം 17th ഞങ്ങൾ ഒരുങ്ങി വന്ന സമയത്ത് ഞാൻ ഓടി നടന്ന് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി ഇടണം കേട്ടോ, മര്യാദയ്ക്ക് സ്റ്റോറി ഇടണം. ആ ഒരു രീതിയിൽ ഞാൻ എല്ലാവരുടെ കൂടെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ബർത്ത്ഡേയുടെ തലേ ദിവസം അത് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. പ്രീ ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ട് വേറെ കുറേ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രശ്നത്തിനിടയ്ക്കാണെങ്കിലും ഞാനിങ്ങനെ കുഴപ്പമില്ല എന്നിങ്ങനെ ഓക്കെ ആക്കിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. എനിക്ക് അന്ന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 26th ഞാൻ രാവിലെ എക്സാമിന് പോയി. എൻ്റെ വീട്ടിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം പെട്ടെന്നാണ് ചേഞ്ച് ചെയ്തത്. ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ ഇങ്ങനെ സൂപ്പർവൈസർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഈവനിങ് ഡ്യൂട്ടിക്ക് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫൈനൽ എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലീവ് കാര്യങ്ങളൊന്നും തരാണ്ടിരുന്നത്. വന്നിട്ട് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അതാട്ടോ പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം
എന്തോ എൻ്റെ മൈൻഡ് ഫുള്ള് കഴിഞ്ഞ ഡിപ്രഷൻ നൈറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 12 മണിക്ക് വിളിക്കില്ല. അപ്പോൾ എനിക്കെന്തോ അന്നത്തെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ചേരുന്ന ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അപ്പോഴും ഞാൻ വരുമ്പോൾ പോലും ആരും എന്നോട് ചോദിക്കുന്നില്ല എടിയും നാളെ ഓഫാണോ, നാളെ ബർത്ത്ഡേ അല്ലേ, നാളെ ഓഫാണോ, അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് മറന്നു പോയി കാണുമായിരിക്കും എല്ലാവരും. ആരും ലിസയും സോനെ അത്രയും നേരം എൻ്റെ ഒരു 9:30, എനിക്ക് തോന്നുന്നു ഒരു 9:30 വരെ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, 2 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും അവർ പോലും എന്നോട് ചോദിക്കുന്നില്ല. അവരിങ്ങനെ അപ്പം ലിസ എന്നോട് നോട്ട് എഴുതാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലടി ചാർജ് ഇല്ല. എന്തൊരു കോയിൻസിഡൻസ് ആണെന്ന് നോക്കണം, ഞാനത് മൂഡില്ലാന്നിട്ട് ഞാൻ ചാർജ് ഇല്ല പിന്നെ വരാമെന്നൊക്കെ അവളെ രീതി കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോഴും എൻ്റെ മൈൻഡിലില്ല അഹല്യ അമൃതയും പുറത്ത് പോയേക്കപ്പോഴാണ് എനിക്ക് കേക്ക് വാങ്ങിക്കാനാണെന്ന് എൻ്റെ മൈൻഡിൽ പോലും എനിക്ക് വരുന്നില്ല. അവർ പുറത്ത് പോയേക്കുവാണ്, അപ്പം ഞാൻ വിചാരിച്ച കൊട്ടി വല്ലതും പോയേക്കുവാണെന്നുള്ള രീതിയാണ് കേട്ടോ. ഭയങ്കര എന്നിട്ട് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയതും അത് അല്ല. എനിക്ക് എൻ്റെ 18ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഞാൻ പറയായിരുന്നു അപ്പം എൻ്റെ 18ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. 18 ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ കൂടി ഞാൻ പറയായിരുന്നു എൻ്റെ 18 വയസ്സിൻ്റെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ വിഷമങ്ങൾ ഇങ്ങനെ എടുത്തു പറയുവാണെങ്കിൽ ഞാൻ ഇമോഷണലാവും. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഫ്രണ്ട്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും ഇങ്ങനെ ഒരു നാളെ ബർത്ത്ഡേ ആണ് കേട്ടോ അങ്ങനെ ഓർമ്മിച്ചൊന്നുമില്ല. ഡ്യൂട്ടി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഫ്ലോറിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർ ഈവനിങ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും ഡ്യൂട്ടി ഒന്നും ചേഞ്ച് ചെയ്യിക്കുന്നില്ല. ഞാൻ എന്തിനാണ് റൂമിലിരുന്നിട്ട് ഒരു ദിവസം വെറുതെ കളയാൻ വേണ്ടി ഞാൻ ഡ്യൂട്ടിക്ക് പോകും എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാനത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. എനിക്കൊരു പക്ഷേ 11:57 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, എൻ്റെ കാലുവേദന എന്തോ ആയിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ സമയത്ത് ഇവൾമാരെല്ലാവർക്കും ഉണ്ട്. സോന ലിസ ഇല്ല കേട്ടോ. സോന ലിസ അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലിസ നോട്ട് ചെയ്താൽ പോട്ടെ. അപ്പോൾ അഹല്യ പറഞ്ഞു ലിസ ഉറങ്ങിയിടിയെന്ന് പറഞ്ഞു. അപ്പോൾ ലിസ ആ ദിവസം റൂം ചേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ട്. അതിൻ്റെ കൊണ്ട് ലിസ റൂം ചേഞ്ച് ചെയ്തു. ലിസ റൂം ചേഞ്ച് ചെയ്തത് ഞങ്ങളോട് ഉടക്കിയിട്ടൊന്നുമല്ല കേട്ടോ, വേറൊരു ചേച്ചി ഒറ്റയ്ക്കണം. അപ്പം ചേച്ചിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അവളാണ്. അപ്പം അവിടെ ഒരു കുറച്ച് നാളത്തേക്ക് അവിടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ വിളിച്ച സമയത്ത് അവൾ എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ എൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവൾ ഇപ്പോൾ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു റൂം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ശീലങ്ങളൊക്കെ മാറിക്കണം, ആ രീതിയിൽ ചിന്തിച്ചു. ഞാൻ കുറച്ച് ഓവർ തിങ്കറാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനും മാറിക്കിടന്ന് ഉറങ്ങാന്നുള്ള രീതിയിൽ കയറി കിടന്ന് ഉറങ്ങാൻ പോയപ്പോഴായിട്ട് അവൾ സ്റ്റോറി ഇട്ടിരുന്നു 12:01 അപ്പം അത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പൊന്നാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റോറിയും എനിക്ക് എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ 18ാമത്തെ വയസ്സിൽ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയ വിഷ് അവളുടെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പൊന്നാന്ന് പറഞ്ഞിട്ട് അവൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ. ഹാപ്പി ബർത്ത്ഡേ പൊന്നാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് വിഷും നേരിട്ടില്ലെങ്കിലും അങ്ങനെ ഫോണിൽ വിഷ് ചെയ്തു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ റീമെൻഷൻ അടിക്കുക. അവിടെ റീമെൻഷനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന് പോപ്പർ പൊട്ടി ജോലി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പോപ്പർ പൊട്ടി അപ്പോൾ കേക്കെല്ലാം കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും ഇമോഷണലായി. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അമൃത കുളിക്കാൻ ഇറങ്ങിപ്പോയതാണ്. കാരണം ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആണെങ്കിൽ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് 1 മണിയൊക്കെയാണ് ഞങ്ങൾ കുളിക്കാൻ പോകുന്ന സമയം. അപ്പം അപ്പോഴെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ വിചാരിച്ചത് അമൃത കുളിക്കാൻ പോയതാണ്, സോന ഉറങ്ങിക്കാണും, ലിസ ഉറങ്ങിക്കാണും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഞങ്ങൾ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കാന്നുള്ളതിലും അപ്പുറം ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കുക അങ്ങനെ ഒരു സംഭവം എഴുതില്ല. അപ്പം ഞാനും കേക്ക് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഞെട്ടി. ആ ഒരു ഡേറ്റ് ഞാൻ 2025 അവരുടെ ഡേയിലേക്ക് പോകുന്നത്. അപ്പം അവർ ഓർത്തിരിക്കുന്നു, ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ഓർത്തിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ അവരെനിക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ നോക്കിയപ്പം കേക്കിൻ്റെ പുറമേ ഗിഫ്റ്റ് വരിക. അപ്പം എനിക്ക് എൻ്റെ 18ാമത്തെ വയസ്സിലാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. 12 മണിക്ക് കേക്ക് മുറിക്കുക. അതിന് മുമ്പ് കേക്ക് മുറിച്ചിട്ടില്ല എന്നല്ല കേട്ടോ. ഇവിടെ എന്നെ പ്രസവിച്ച അതേ സമയത്ത് 1:30 കേക്ക് മുറിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു വർഷം 2025 വർഷത്തിൽ ഞാൻ ഒരു പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സാണ്. പക്ഷെ എനിക്ക് അവരത്രയും ഇത് തന്നു. അവരെൻ്റെ കേക്ക് മുറിച്ച് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. ഗിഫ്റ്റിലുപരി അതിനകത്ത് അവരോരോ കാർഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കാർഡ് വയ്ക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആട്ടോ അത്. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചൊരു ദിവസം, അന്ന് ആ ഒരു വിഷമം കഴിഞ്ഞ് ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്. പിറ്റേന്ന് രാവിലെ ഉമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞാൻ പറയുന്നത് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു,
എന്നൊക്കെ. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ കുറേ ഓഗസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. സെപ്റ്റംബർ ഇങ്ങനെ പോയി. സെപ്റ്റംബർ ഓണമൊക്കെ ആയിരുന്നു. ഗണപതി പൂജയ്ക്ക് നമ്മൾ അടിച്ച് പൊളിച്ചു. സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും നാട്ടിൽ പനിയായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ പോകണം ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവിടെ പറഞ്ഞു ഹോം സിക്നെസ് അടിച്ചു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നെ വീട്ടിൽ വിട്ടു. അങ്ങനെയാണ് ഞാൻ ഒക്ടോബറിൽ നാട്ടിൽ കയറി വരുന്നത്. നാട്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ പറയാലോ സാമ്പത്തികമായിട്ടാണെങ്കിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ആ സമയത്താണെങ്കിലും ഇപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഭയങ്കര എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഞാൻ ജാനുവരിയിൽ ഞാൻ പറഞ്ഞില്ല, ഫെബ്രുവരിയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ അടിച്ചു പൊളിച്ചിട്ടാണ് ഇവിടെ പോയത്. പക്ഷെ ഞാൻ ഒക്ടോബറിൽ ഞാൻ ആ ജനുവരിയിൽ കണ്ട വീടോ അല്ലെങ്കിൽ ഒന്നും ആയിരുന്നില്ല ഞാൻ ഒക്ടോബറിൽ വന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഞാൻ തിരിച്ച് വീട്ടിൽ പോയി, തിരിച്ച് ഹൈദരാബാദ് കയറിപ്പോയി. ഹാപ്പിനെസ്സിന് കുറവൊന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്നു, അടിച്ചു പൊളിച്ച് ഞാൻ തിരിച്ച് കയറിപ്പോയി. ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോൾ കയറിപ്പോയി. നവംബർ ഫുൾ എനിക്ക് പനിയൊക്കെ ആയിരുന്നു. നവംബറിൽ പിന്നെ നമ്മുടെ ലിസയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് നമ്മൾ എനിക്ക് പിന്നെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരേണ്ടി വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നവംബർ പോയി. ഡിസംബർ നമ്മുടെ എക്സാം വന്നു, എക്സാമിന് പോയി. എക്സാമിനിടയ്ക്കും കുറേ വിഷമിക്കും കാര്യമൊക്കെ ചെയ്തു. കാരണം നമ്മുടെ ആ ഫയലിൻ്റെ കാര്യമൊക്കെ നമുക്ക് ശരിക്കും സങ്കടം വരും, നമുക്ക് ഫയലിലൊക്കെ സൈൻ ചെയ്ത് കിട്ടാതെ വരുമ്പോഴേക്കും. അങ്ങനെ ഒരു ഡിസംബറൊക്കെ കഴിഞ്ഞു. ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴേക്കും വീണ്ടും നാട്ടിൽ വരേണ്ടി വന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നേക്കുന്നതിൻ്റെ മെയിൻ റീസൺ വരും വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഒരുപാട് പേരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ പറഞ്ഞ വെച്ച സർക്കിളിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നുള്ളത് അടുത്തടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ അതെ, അങ്ങനെ നമ്മുടെ 2025 ഇങ്ങനെയൊക്കെയായിരുന്നു. കുറേ വിഷമങ്ങളും കുറേ സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞൊരു വർഷമായിരുന്നു 2025. അപ്പം ശരിക്കും ഇത് ന്യൂ ഇയറിനാണ് ഇടേണ്ടിയിരുന്നത്, പക്ഷെ എനിക്കിപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. പക്ഷേ അതിനിടയ്ക്ക് അലമ്പായി. അപ്പം എനിക്ക് കുറേ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടിയൊരു വർഷമാണ്. കുറേ ഫ്രണ്ട്ഷിപ്പ് പോയ വർഷമാണ്. അത് പറയണമെങ്കിൽ ഇതിനപ്പുറം ഞാൻ കരയും. കാരണം കുറേ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പോയിട്ടുണ്ട്. ഞാൻ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കുറേ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പോയിട്ടുണ്ട്. ഞാനും എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ കൂടി ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലയിൽ കയറ്റുന്നൊരു സ്വഭാവമാണ്. അപ്പം ഒരുപാട് പണി കിട്ടിയ വർഷമാണ്. കാരണം നമ്മൾ ആരെയും അങ്ങനെ അധികം കയറി വിശ്വസിക്കാനോ സ്നേഹിക്കാനോ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു വർഷമാണ്. അങ്ങനെ എന്താ പറയുക, ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല എന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കരിച്ച് നടന്ന കുറേ ഫ്രണ്ട്ഷിപ്സൊക്കെ ഉണ്ടല്ലോ. ഇല്ല, അവരെൻ്റെ കൂടെയാണല്ലോ, അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ ഉള്ളവരാണ്, അവരൊരിക്കലും എന്നെ വിട്ട് പോവില്ല, ഞങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നടന്ന കുറേ ഫ്രണ്ട്സ് എന്നെ വിട്ട് പോയൊരു വർഷമാണ് 2025. അവർ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകാൻ മാത്രമല്ല ചെയ്ത, കുറേ എന്നെ പഠിപ്പിച്ചിട്ടാണ് പോയത്, കുറേ എന്നെ കരയിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷെ ഇപ്പോഴും എനിക്ക് അവരെ ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് അവരോടൊരു ദേഷ്യമില്ല. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫ്രണ്ട്ഷിപ്പിനിടയിലാണെങ്കിലും കുറേ തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ട് എന്താ പറയുക, നമ്മളത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് നമ്മളതുപോലെ എന്താ പറയുക, നമ്മൾ പറയുന്ന വാക്കിനെക്കാട്ടിലും അവർ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുത്ത് നമ്മൾ അവോയ്ഡ് ചെയ്ത സിറ്റുവേഷൻസൊക്കെ എനിക്ക് ഒരുപാടുണ്ടായി. അപ്പം അങ്ങനെ എന്താ പറയുക, ആരൊക്കെയോ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരമൊക്കെ നിന്നു. ഒരിക്കലും നമ്മുടെ കൂടെ കാണില്ല, ഇവരൊക്കെ ആരെന്ന് ഉള്ള രീതിയിൽ നിന്നിരുന്ന ഫ്രണ്ട്സൊക്കെ നമ്മുടെ എല്ലാമായി മാറിയ ഒരു വർഷമായിരുന്നു 2025. മൊത്തത്തിൽ മാറ്റിമറിച്ചു. എന്താ വെച്ചാൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്ന വർഷമായിരുന്നു 2025. സ്വന്തമെന്ന് കരുതിയ കുറേ പേരൊക്കെ വിട്ടിട്ട് പോയതും ആരുമല്ല എന്നൊക്കെ കരുതിയവരൊക്കെ നമുക്ക് അത്രയും നമ്മുടെ സങ്കടങ്ങളിലൊക്കെ കൂട്ടി നിന്നവരൊക്കെ ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. ഇത്രയൊക്കെ പറയാനുള്ളൂ. 2025 എൻ്റെ വിഷമങ്ങൾക്കാണെങ്കിലും സങ്കടങ്ങൾക്കാണെങ്കിലും സന്തോഷങ്ങൾക്കാണെങ്കിലും എൻ്റെ കൂടെ നിന്ന് എല്ലാ ഫ്രണ്ട്സിനും നന്ദി, ഇട്ടിട്ട് പോയവർക്കും നന്ദി, കരയിപ്പിച്ചവർക്കും നന്ദി, സന്തോഷിപ്പിച്ചവർക്കും നന്ദി. അപ്പം 2025 എൻ്റെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.